ഇനി നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. ഇടപ്പള്ളിയിൽ യൂട്യൂബർ ചെകുത്താൻ എന്ന അജു അലക്സിന് നേരെ ആക്രമണം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. മോഹൻലാലിനെയും ആരാധകരെയും അധിക്ഷേപിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമുണ്ടായത്. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ പിന്തുടർന്നെത്തി മർദ്ദിക്കുകയായിരുന്നു. ഈ നിസ്സാര കേസിന് ശിവം വരണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇസ്തിരിപ്പെട്ടിയൊക്കെ എടുത്ത് അടിച്ചൂലേ? സഹിക്കാൻ പറ്റണ്ടേ? ഈ യൂട്യൂബർ ആയിട്ടുള്ള ചെകുത്താൻ എന്ന് വിളിക്കുന്ന അജു അലക്സിന്റെ ഒരു പുതിയ കാര്യമല്ല ഇത്തരത്തിൽ ഈ നടന്മാർക്ക് നേരെയൊക്കെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഇതിനു മുൻപും അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു ായിട്ടുണ്ട്. മോഹൻലാലിനെ അടക്കം ഇങ്ങനത്തെ വിവാദ പരാമർശങ്ങളിൽ കേസെടുത്തിരുന്നു. മോഹൻലാലിന്റെ സിനിമ ദൃശ്യം 3 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ വിട്ടിരുന്നു. അതിൽ മോഹൻലാലിനെ ഫാൻസിനൊക്കെ തന്നെ വലിയ രീതിയിൽ മോശം പരാമർശമൊക്കെ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. എന്താ നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ലല്ലേ? നടത്തിയത് ആദ്യഘട്ടത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ ഈ അജു അലക്സിന്റെ നെഞ്ചിനുൾപ്പെടെ പരിക്കേറ്റു എന്നുള്ളതാണ്. അതിന് ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. ശേഷം ഇയാൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അങ്ങനെ ചികിത്സയിരിക്കെ ആശുപത്രി എത്തിക്കൊണ്ട് ഈ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നേരെ നിൽക്കാറാവുമ്പോ പറയണം, നമുക്കൊന്നുകൂടെ മുട്ടണ്ടേ. അങ്ങനെ ആശുപത്രി എത്തി പിന്തുടർന്നെത്തിയുള്ള ആക്രമണത്തിൽ ഇയാളുടെ താടിയലിനും ഈ അജു അലക്സിന് താടിയലിനും പരിക്കേറ്റു എന്നുള്ളതാണ് നിലവിൽ കരുതുന്നത്. ഏതായാലും ഇപ്പോൾ താൻ ചത്തില്ലല്ലേ? ഇല്ല, ചാവൂല. അവന്റെ പാട്ടന്മാരും ഒറ്റ വെട്ടിന് ചാവൂല, ഇഞ്ചിഞ്ചായ ചാവൂ. പോലീസ് വിഷയത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ 5 പേരെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ 5 പേർ എത്തിയ വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ അജു അലക്സ് ഇവിടുന്ന് വൈകുന്നേരം നേരെ മധുരയിലേക്ക്, അവിടെ നിന്നും ദുബായ് തുറമുഖത്തേക്ക് പോകാനുള്ള കണ്ടെയ്നർ റെഡിയാക്കണം. കാണുന്നു. കണ്ടപാടെ ചെകുത്താനാണ് തിരിച്ചറിഞ്ഞ ആൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് എഫ്ഐആറിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഈ കളി ഇന്നത്തെ കൊണ്ട് നിർത്തിക്കണം. ഇതിനി കളിച്ച നമ്മളിൽ ഒരാളെ ഉണ്ടാവും, അത് നീ ആയിരിക്കില്ല.